KSEBയുടെ വൈദ്യുതി കണക്ഷൻ നമുക്ക് ഓൺലൈനായിട്ട് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് KSEBയുടെ സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ കണക്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് LT, നോൺ ഡൊമസ്റ്റിക് LT എന്നൊക്കെ കാണിക്കും. അതിലിപ്പോൾ ഞാൻ ഡൊമസ്റ്റിക് ആണ് ചൂസ് ചെയ്യുന്നത്. അതിലിവിടെ താഴെ സ്റ്റെപ്പായി ഓരോ സ്റ്റെപ്പുകളും കൊടുത്തിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ച് നോക്കുക. ആ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചില്ലെങ്കിൽ തന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടാൽ മതി, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ എന്നുള്ളിടത്ത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. അതിനുശേഷം താഴെ അതിൻ്റെ നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. ആ ഇമെയിൽ അഡ്രസ്സിലേക്കും മൊബൈൽ നമ്പറിലേക്കും ആയിരിക്കും ബാക്കിയുള്ള കമ്മ്യൂണിക്കേഷനുകൾ എല്ലാം തന്നെ വരിക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയൊരു ടാബിൽ വരും. അതിനു മുമ്പ് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതൊന്ന് വെരിഫൈ ചെയ്ത് കൊടുത്തേക്കുക. ആ OTP വെരിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ പുതിയൊരു ടാബിലേക്ക് വന്നു. അവിടെ നമുക്ക് ഈ കണക്ഷൻ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ആദ്യം കൊടുക്കേണ്ടത് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതാണ്. ആ ഡിസ്ട്രിക്റ്റ് നമ്മളവിടെ സെലക്ട് ചെയ്യുക. ആ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ സെക്ഷൻ, ഏത് വൈദ്യുതി സെക്ഷനിലാണ് നമ്മളൊരു ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വേണം അവിടെ കൊടുക്കാനായിട്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന ഒരു കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടി ഒരു പുതിയൊരു കണക്ഷൻ എടുക്കുന്നതാണ്. ഇവിടെ റിക്വസ്റ്റഡ് ലോഡ് എന്ന് കാണിക്കും. ഇത് നമ്മൾ കൊടുക്കേണ്ടത് വാട്ടിലാണ് കൊടുക്കേണ്ടത്. അതായത് 1000 വാട്ടാണ് ഒരു കിലോ വാട്ട്. പക്ഷേ 1000 വാട്ട് എന്നാണെങ്കിൽ ഒരു കിലോ വാട്ട് കൊടുക്കരുത്, 1000 വാട്ട് എന്ന് തന്നെ കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 569 വാട്ടാണ് കൊടുക്കുന്നത്. സിംഗിൾ ഫേസ് സപ്ലൈക്കാണ് കൊടുക്കുന്നത്. ആപ്ലിക്കൻ്റ് കാറ്റഗറി എന്തിനുള്ളതെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം നമുക്ക് പർപ്പസ് വീണ്ടും ചോദിക്കും. ആപ്ലിക്കൻ്റ് കാറ്റഗറി കൺസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പർപ്പസ് ചോദിക്കും. അവിടെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക്സ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം ആപ്ലിക്കൻ്റ് ടൈപ്പ് ഇവിടെ ജനറൽ, SC, ST, BPL, BPL SC, BPL ST എന്നൊക്കെ കാണിക്കും. അവിടെ ജനറൽ കൊടുക്കുക. ജനറൽ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു ഫിൽ ദ അഡ്രസ് എന്നുള്ളതിൽ വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ OBC കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ വേണം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. SC ആണോ, ST ആണോ, BPL ആണോ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. BPL കണക്ഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ കണക്ഷൻ ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം പ്രൊസീഡ് ഫിൽ എന്നുള്ളതിൽ കൊടുക്കുക. പിന്നെ അതിനുശേഷം അടുത്ത ടാബിൽ നമ്മുടെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. അവിടെ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് എന്നുള്ളിടത്ത് നമ്മുടെ ആരുടെ പേരിലാണോ കണക്ഷൻ എടുക്കുന്നത് ആ വ്യക്തിയുടെ പേര് നമ്മളവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായിട്ട് അടിക്കണം. അതിനുശേഷം അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേര് അവിടെ കൊടുക്കുക. ഇത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ യെസ് ഓർ നോ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് കൊടുക്കുക. യെസ് ഓ നോ കൊടുക്കുക. ഇതൊരു പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടിയാണ്, അപ്പോൾ വേറെ ബിൽഡിങ്ങിനുള്ളിലല്ല. അതിനുശേഷം ആധാർ നമ്പർ മാൻഡേറ്ററി ആണ്. ആധാർ നമ്പർ നമ്മൾ കൊടുക്കണം. ഇതിൽ ഈഫ് അവൈലബിൾ എന്ന് ചോദിച്ചാലും ആധാറാണ് നമുക്കിപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. ആധാർ നമ്പർ കൊടുക്കുക. ബാക്കി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും ആദ്യം കൊടുത്തുകൊണ്ട് അതവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതിനുശേഷം ബിൽഡിംഗ് നമ്പർ, നെയിം ഓഫ് ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതിന് മുകളിലായിട്ടൊരു വെബ് ട്രാൻസാക്ഷൻ ID ഉണ്ട്. അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. കാരണം ഫർദറായിട്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും ഈ വെബ് ട്രാൻസാക്ഷൻ ID വഴിയാണ് വരുന്നത്. ബിൽഡിംഗ് നമ്പർ, പുതിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ പണിയാൻ വേണ്ടിയിട്ടാണ് ബിൽഡിംഗ് നമ്പർ കാണില്ല. പക്ഷെ അവിടെ നമ്മൾ ബിൽഡിംഗ് നെയിം തന്നെ കൊടുക്കുക. അതൊരു മാൻഡേറ്ററി പോയിന്റ് ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പണിതതിന് ശേഷമാണ് പുതിയൊരു കണക്ഷൻ എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ നമ്പർ പഞ്ചായത്തിൽ നിന്നോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആ ബിൽഡിംഗ് നമ്പർ എൻ്റർ ചെയ്യാം. അതിനുശേഷം നെയിം ഓഫ് ബിൽഡിംഗ് കൊടുക്കുക. നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. വില്ലേജ്, അതേപോലെ സർവേ നമ്പർ, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് ഒക്കെ കയ്യിലെടുത്തിട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്ഥലം എവിടെയാണോ ആ സ്ഥലം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കുക. നമ്മുടെ ലാൻഡ്മാർക്ക്, ഏറ്റവും അടുത്തുള്ള ഒരു ലാൻഡ്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതും പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാൻഡ്മാർക്ക് കൊടുക്കുന്നത്. ഡിസ്ട്രിക്ട് ഓൾറെഡി നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് അത് വരും. അതിനുശേഷം പിൻകോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ വില്ലേജ്, ഏത് വില്ലേജ് ആണോ ആ ലാൻഡ് ടാക്സിൽ ഈ ഡീറ്റെയിൽ ഒക്കെ ഉണ്ടാവും. അതേപോലെ സർവേ നമ്പറും അവിടെ നമ്മൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം. വെദർ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് സെയിം ആസ് പ്രമിസസ് അഡ്രസ്സ് ചോദിക്കും. അത് യെസ് അല്ല നോ കൊടുക്കുക. നോ ആണ് കൊടുക്കണമെങ്കിൽ വേറെ നമ്മൾ കമ്മ്യൂണിക്കേഷനുള്ള അഡ്രസ്സ് വേറെ എൻ്റർ ചെയ്യേണ്ടി വരും. അതിനുശേഷം സേവ് ആൻഡ് പ്രൊസീഡ് ടു പ്രിഫറൻസ് സെക്ഷൻ എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആ ആരോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടാൽ മതി. അതിനുശേഷം സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കൻ്റ് ആണ് വരുന്നത്. ഓണർ ആണോ ടെനൻ്റ് ആണോ എന്നുള്ളത് ചോദിക്കും.
ഏതെങ്കിലും പ്രോപ്പർട്ടീനെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൺസെൻറ്റും കാര്യങ്ങളും മേടിച്ച് വെക്കേണ്ടി വരും. ഇല്ല എങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഏതെങ്കിലും ബിൽഡിങ്ങിനുള്ളിലാണോ അല്ലെങ്കിൽ ആപ്ലിക്കൻ്റ് മീറ്റർ മേടിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ നോ തന്നെ കൊടുക്കുക. ഒരു പർട്ടിക്കുലർ ഡേറ്റ് വേണമെന്ന് ചോദിക്കും. ഈ ഡേറ്റ് നമ്മൾ ഒരു ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഡേറ്റിൽ അവർ കറക്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ വരും. പക്ഷേ ആ സമയത്ത് നമ്മളൊരു എക്സ്ട്രാ ഫീസ് അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പർട്ടിക്കുലർ ഡേറ്റിൽ വേണമെങ്കിൽ അത് ചൂസ് ചെയ്യാം. അതിന് താഴെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്നുള്ളത്. നിങ്ങളിപ്പോൾ വയറിങ്ങിന് ഏൽപ്പിച്ചിരിക്കുന്ന ഇലക്ട്രീഷ്യൻ്റെ പേര് അവിടുന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ പേര് തന്നെയാണ് ചൂസ് ചെയ്യണം. ഞാനൊരു കോൺട്രാക്ടർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ചൂസ് ചെയ്യുന്നു. അതിനുശേഷം ഒരു കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഒരു വർക്ക് രജിസ്റ്ററിലുള്ള കംപ്ലീഷൻ നമ്പർ ഉണ്ട്, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം അപ്ലോഡ് ഡോക്യുമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അവിടെ നമ്മൾ ആധാർ കാർഡും ലാൻഡ് ടാക്സ് റെസിപ്റ്റുമാണ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് മസ്റ്റായിട്ട് വേണ്ട സാധനമാണ്. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ ഓഫ് ദ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിൽ എഡിറ്റ് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് വരും. നമ്മൾ ആദ്യം ചെയ്ത സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അതേപോലെ ഫേസ്ബുക്കിൽ ബ്രഹ്മദാസ് ബ്രഹ്മമംഗലം എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൽ നമ്മൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനൊന്നുമില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ളൊരു ഫൈനൽ ഓപ്ഷനാണ്. അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി അത് കുറച്ച് സമയം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം എടുക്കും, ഒരു 5-10 മിനിറ്റ്, ഒരു 6 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് സാധനം ചെയ്യാനായിട്ട്. അപ്പോൾ വെബ് ട്രാൻസാക്ഷൻ ID അതിൽ നമ്മൾ ഇത് വെച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ എടുക്കാം. ആ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ നമ്മൾ പ്രിൻ്റ് എടുത്ത് ആ പ്രിൻ്റിൽ നമ്മളൊരു ഫോട്ടോ ഒട്ടിക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആളുടെ ഫോട്ടോ ഒട്ടിക്കണം. ആ ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം നമ്മുടെ വയറിംഗ് കോൺട്രാക്ടർ തരുന്ന കംപ്ലീഷൻ റിപ്പോർട്ട്, അതുപോലെ സ്കെച്ച്, ബാക്കി ഡീറ്റെയിലുകളെല്ലാം, അതുപോലെ ആധാർ കാർഡും കരമടച്ച രസീതും എല്ലാം ചേർത്ത് വേണം ഈ നമ്മുടെ പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥനെ, KSEB ഉദ്യോഗസ്ഥനെ നമ്മൾ ഏൽപ്പിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ഷെയർ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.